നമസ്കാരം കൂട്ടരെ, ഷിനോദ് എടക്കാടാണ്. രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെട്ട് പണിയെടുത്തും കുടുംബത്തിനായി നാട് വിട്ടുപോയി കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്ന പണം മാസാവസാനമാകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബാങ്ക് അക്കൗണ്ടിൽ നോക്കുമ്പോൾ ചിലപ്പോൾ 0 അല്ലെങ്കിൽ അടുത്ത മാസം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ടെൻഷൻ മാത്രമായിരിക്കും ബാക്കി. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. നമ്മൾ ഒത്തിരി സാധാരണക്കാരായ മലയാളി കുടുംബങ്ങളുടെയും ഗൾഫിലെ പ്രവാസി കൂട്ടുകാരുടെയും ഒരു വലിയ യാഥാർത്ഥ്യമാണിത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില ചെറിയ സാമ്പത്തിക അശ്രദ്ധകളെക്കുറിച്ചാണ്. ഒപ്പം ഇതിനൊരു ചെറിയ പരിഹാരവും. ആദ്യത്തെ കാര്യം, നമ്മൾ ശമ്പളം കൂടുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ വരുമ്പോൾ ജീവിതം കൂടുതൽ സ്റ്റാൻഡേർഡ് ആക്കാൻ നോക്കും. അതായത് വലിയ ഫോൺ വാങ്ങുക, കാർ ലോൺ എടുക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ നല്ലൊരു ഇമേജ് നിലനിർത്താൻ വേണ്ടി മാത്രം ചെലവുകൾ കൂട്ടുക. ഇതിനെ സാമ്പത്തിക ഭാഷയിൽ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയും. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയാണ് പലരുടെയും സേവിങ്സ് തകർക്കുന്നത്. നമ്മൾക്കാവുന്നതിലും അപ്പുറത്തേക്കൊരു ജീവിതശൈലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അറിയാതെ വലിയൊരു കടക്കണിയിലേക്ക് വീഴുകയാണ്. രണ്ടാമത്തെ കാര്യം, വലിയ തുകകൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ അക്കൗണ്ട് കാലിയാക്കുന്നത് ചെറിയ ചെറിയ ചെലവുകളാണ്. ഓൺലൈൻ ഷോപ്പിംഗ്, ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷനുകൾ, പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ, ഇവയെല്ലാം ചേർന്ന് വലിയൊരു തുകയാകും മാസാവസാനം വരുന്നത്. ഒരു ചെറിയ ഡയറിയോ അല്ലെങ്കിൽ ഫോണിലെ നോട്ട്സ് ആപ്പ് ഉപയോഗിച്ച് നമ്മൾ എവിടെയാണ് പണം ചെലവഴിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നോക്കൂ. 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ പണം എങ്ങോട്ടാണ് ചോരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, അടിയന്തര ഘട്ടങ്ങൾക്കായി ഒരു ചെറിയ തുക പോലും മാറ്റിവെക്കാത്തത്. നാളെ എന്തെങ്കിലും ഒരു മെഡിക്കൽ അത്യാവശ്യം വന്നാൽ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ. നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ആദ്യം തന്നെ സേവ് ചെയ്യാൻ ശീലിക്കുക. ബാക്കി വരുന്ന തുക കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഇതാണ് ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിന് ഏറ്റവും ആവശ്യം. പണം നമ്മളെ ഭരിക്കാനല്ല, നമ്മൾ പണത്തെ നിയന്ത്രിക്കാനാണ് പഠിക്കേണ്ടത്. ഒരു ബുദ്ധിമുട്ടില്ലാതെ കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാനാണ് ഈ പണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.